السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ആദരണീയരായ സയ്യിദന്മാർ, ഉലമാക്കൾ, ഉമറാക്കൾ, സഹോദര സഹോദരിമാർ, സ്നേഹനിധികളായ മുതഅല്ലിമീങ്ങൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട മഹാന്മാരുടെ മജ്ലിസിൽ ഒരുമിച്ച് കൂടുവാൻ അല്ലാഹു നമുക്ക് പ്രത്യേകമായ തൗഫീഖ് നൽകാം. അത് ലഭിച്ചവർക്ക് മാത്രമാണ് അതിന് അവസരം ലഭിക്കാറുള്ളത്. അല്ലാഹു നമ്മുടെ മജ്ലിസിനെ ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇവിടെ വന്ന് സിയാറത്ത് ചെയ്യുന്നവരുടെയും മഹാനായ തങ്ങളെ സ്നേഹിക്കുന്നവർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുമുണ്ട്. അവരൊക്കെ തങ്ങളുടെ ജീവിതത്തെ കണ്ട് മനസ്സിലാക്കി അള്ളാഹുവിനെ ഭയപ്പെട്ടതനുസരിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് ജീവിക്കുന്നവരായതുകൊണ്ട് തന്നെ അള്ളാഹുവിനെയും ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഇഷ്ടം വെക്കുന്നവർക്ക് മാത്രമാണ് ഇതുപോലുള്ള മജ്ലിസുകൾ അനുഭവിക്കാൻ സാധിക്കുക. മഹാനായ ഖുറത്തു സാദാത്ത് തങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, കൂടുതൽ കാലം നമുക്ക് തങ്ങളുമായി ഇടപഴകാൻ അവസരം ലഭിച്ചിട്ടില്ലെന്ന് സുൽത്താനുൽ ഉലമയടക്കം നമ്മെ ഉണർത്തി കഴിഞ്ഞു. കുറഞ്ഞ കാലങ്ങളിൽ ഒരുപാട് കാലത്തെ ജീവിതം കാണിച്ചു തന്ന് ജനമനസ്സുകളിൽ സ്ഥാനം കയറിപ്പിടിച്ച മഹാനാണ് മഹാനായ ഖുറത്തു സാദാത്ത്. അതുകൊണ്ട് തന്നെ മഹാനായ തങ്ങളെക്കുറിച്ച് നാം സ്മരിക്കപ്പെടുമ്പോൾ, മഹാനായ തങ്ങൾ കഴിഞ്ഞ റമദാനിലല്ല, അതിൻ്റെ മുമ്പത്തെ റമദാനിൽ മഹാനായ തൻ്റെ ഉപ്പ താജുൽ ഉലമയുടെ പേരിൽ സ്ഥാപിതമായ ഒരു സ്ഥാപനം എട്ടിക്കുളത്ത് നടന്നു വരികയാണ്. അതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി, അവിടുത്തെ മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി, അവിടുത്തെ ദറസിൻ്റെ ശുദ്ധിക്ക് വേണ്ടി, അതിൻ്റെ വിജയത്തിന് വേണ്ടി വിവിധ ഗൾഫുകളിൽ പര്യടനം നടത്തുമ്പോൾ UAE-യിൽ 6 ദിവസത്തെ സന്ദർശനം നടത്തുകയുണ്ടായി. ആ സന്ദർഭങ്ങളിലൊക്കെ എല്ലാവരെയും ഉണർത്തിയത് മരണത്തെക്കുറിച്ചായിരുന്നു. ആ മരണം നാം ഏറ്റെടുക്കുമ്പോൾ അതിന് വേണ്ടി നാം എങ്ങനെ തയ്യാറാവണമെന്നതിനെ കുറിച്ച് പറഞ്ഞു തന്നുകൊണ്ട്, അല്ല ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് റമദാനിൽ 26 ഖത്തം തീർത്ത കഥകളൊക്കെ പറഞ്ഞു തന്നാണ് മഹാനവറുകൾ നമ്മുടെ യാത്രയായത്. ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല മഹാനായ തങ്ങൾ അത്ര പെട്ടെന്ന് മരണത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും ആത്മീയമായ നിലയിൽ എല്ലാവരുടെ ഹൃദയങ്ങളെയും കവർന്നെടുത്തു കൊണ്ടുപോകുന്ന ഒരു യാത്രയാണെന്ന് ആരും മനസ്സിലാക്കിയിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ ഖബർ സന്തോഷത്തിനാക്കി കൊടുക്കുമാറാവട്ടെ. വളരെ സന്തോഷിക്കുന്ന ഒരു കാഴ്ചയാണ് നാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹാനായ തങ്ങളുടെ ഹദറത്തിലേക്ക് SYS കൊടുത്തിരിക്കുന്ന വലിയൊരു സമ്മാനമാണ് പരിശുദ്ധ ഖത്മുൽ ഖുർആൻ. ഇവിടെ ഈ അതിഥികൾ പറഞ്ഞു, അതിനേക്കാൾ കൂടുതൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് തങ്ങളുടെ പേരിൽ ഖത്മുൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു. അത് വലിയൊരു ഭാഗ്യമാണ്. അല്ലാഹു നമുക്കും അതുപോലെയുള്ള അവസരങ്ങൾ അല്ലാഹു നൽകുമാറാവട്ടെ. നമുക്ക് കിട്ടിയില്ലെങ്കിലും നാം സ്നേഹിക്കുന്ന മഹാനായ ഖുറത്തു സാദാത്തിന് അത് ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ തങ്ങൾ അവറുകൾ നമ്മെ കൈവിടുകയില്ല. നാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് മഹാനവറുകളുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് അവിടുത്തെ ഉപ്പാപ്പയായ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ലിവാഉൽ ഹംദിൽ അണിചേർന്ന് ഇരുന്നുകൊണ്ട് ആ ഹബീബിൻ്റെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിച്ച്
റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്ക് ആ സിറാത്തുൽ മുസ്തഖീം എന്ന് നല്ല രൂപത്തിൽ കടന്ന് നിന്റെ ഔലിയാക്കളും ആരിഫീങ്ങളും അംബിയാ മുർസലീങ്ങളും ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും രക്ഷകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ റബ്ബേ നിന്റെ ലിഖാ കാണാൻ അവസരമുള്ള മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഏതെല്ലാം വിഷയത്തിലാണോ, ഏതെല്ലാം പ്രയാസങ്ങളിലാണോ ഇവിടെ ഒരുമിച്ച് കൂടിയ ഈ സാധുക്കൾ ഇവിടെ ഒരുമിച്ച് കൂടിയതെങ്കിൽ റഹ്മാനായ റബ്ബേ, അവരുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുത്ത് ശാരീരികവും മാനസികവുമായ എല്ലാ പ്രയാസങ്ങളും അകറ്റി ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി നിന്റെ പൊരുത്തത്തിലുള്ള ജീവിതം നീ ഞങ്ങൾക്ക് ഏകണേ നാഥ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. ദുആ വസിയത്തോടെ അസ്സലാം.